UDF സർക്കാരിന്റെ പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചൂടുവെക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ് യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ തേടിയുള്ള കുടിയേറ്റവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നോളജ് വാലി പദ്ധതിക്ക് ബജറ്റിൽ 100 കോടി രൂപ അനുവദിച്ചു. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഉടൻ നടപ്പാക്കും. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. പുതുയുഗ കേരളം ലക്ഷ്യം വെച്ചിട്ടുള്ള ബജറ്റാണെന്ന് വിശേഷിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. സംസ്ഥാനത്തിലെ സാമ്പത്തിക ആരോഗ്യസ്ഥിതി ധവളപത്രത്തിലൂടെ നേരത്തെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ധവളപത്രത്തിലെ കണക്കുകളും നിർദ്ദേശങ്ങളും ഉദ്ധരിച്ചായിരുന്നു ബജറ്റ് അവതരണം നടത്തിയത്. ധനകാര്യ വകുപ്പിന്റെ ചുമതലയോടെ കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ് അവതരണമാണ് ഇന്ന് നടന്നത്. രാവിലെ 8:30 സഭയിലെത്തിയ മുഖ്യമന്ത്രി ഭരണ പ്രതിപക്ഷങ്ങളെ അഭിവാദ്യം ചെയ്ത ശേഷം സ്പീക്കറുടെ അനുമതിയോടെ ബജറ്റ് അവതരിപ്പിച്ചു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന മറ്റ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആരംഭിക്കുന്ന സുപ്രധാന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വയോശിഷ്യ നേടാൻ ഉതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ എക്കണോമി വികസിപ്പിക്കും. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചനയും നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പടിക്കാൻ കമ്മിറ്റി വെക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കാസർഗോഡ്, വയനാട്, ഇടുക്കി എന്നീ ജില്ലകൾക്കായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFന്റെ വാഗ്ദാനമായ ഇന്ദിരാഗാന്ധിയിലെ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്കായി KSRTCക്ക് 600 കോടി അനുവദിച്ചു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. ഇടുക്കി ജില്ലയ്ക്കായി ആരോഗ്യം, ടൂറിസം, കാർഷികം, ക്ഷീരമേഖലയ്ക്കായി പ്രത്യേക ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കും. കടുവ, പുലി എന്നിവയുടെ സെൻസസ് നടത്തും. ഇതിനു പുറമെ ഫാം ടൂറിസം കൂടുതൽ വികസിപ്പിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് താലൂക്കുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രഖ്യാപനം. CHR മേഖല ഉൾപ്പെട്ട ഭൂമികൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പുനഃപരിശോധിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ സംസ്ഥാനത്ത് വിജയകരമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തുഫാന് 10 കോടി, സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അവൾക്കൊപ്പം എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സ്കൂളുകളിൽ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. ഇടുക്കി വിഷൻ, കുമളി.